മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പ്രവാചകന്റെ സ്വഹാബകളിൽ ആ പ്രവാചകന്റെ ഖാദിമാണ് മഹാനായ റബീഅത്ത് ഇബ്നു കഅബുൽ അസ്ലമി റളിയല്ലാഹു തആല അൻഹു. ഒരു ചെറുപ്പക്കാരനായ സ്വഹാബിയാണ്. പ്രവാചകനെ ചെരുപ്പെടുത്തു കൊടുക്കാൻ, പ്രവാചകന് വെള്ളമെടുത്തു കൊടുക്കാൻ മുത്തുനബിയുടെ ഖാദിമായി നടക്കുന്ന ഒരു സ്വഹാബിയാണ് മഹാനായ റബീഅത്ത് ഇബ്നു കഅബുൽ അസ്ലമി റളിയല്ലാഹു തആല അൻഹു. ആ റബിയ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അവിടെന്ന് പറയുകയാ, ഒരു ദിവസം അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ അവിടെന്ന് യാത്ര ചെയ്യാൻ എനിക്ക് അവസരമുണ്ടാവുകയാണ്. മുത്തുനബിയുടെ കൂടെ യാത്ര ചെയ്യാൻ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ കൂടെ ഒരു രാത്രിയിലെ ചെലവഴിക്കാൻ അല്ലാഹു എനിക്കൊരവസരം തരികയാണ്. പടച്ചവനെ, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ ഒരു യാത്രയിൽ പോകുവാനും ഒരു രാത്രിയിൽ നബി തങ്ങളോടൊപ്പം ചെലവഴിക്കുവാനും ഭാഗ്യം കിട്ടിയ സ്വഹാബിയാണ് റബീഅത്ത് ഇബ്നു കഅബുൽ അസ്ലമി റളിയല്ലാഹു തആല അൻഹു. ആ ചെറുപ്പക്കാരനായ സ്വഹാബി പറയുകയാണ്, അങ്ങനെ രാധാ മുത്തുനബി രാത്രിയിൽ കിടന്നുറങ്ങുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പാതിരാത്രിയിൽ നബി തങ്ങൾ കിടന്നുറങ്ങുകയാണ്. പടച്ചവനെ, വല്ലാത്ത തണുപ്പാണ്. റബിയ അവിടെന്ന് ചിന്തിക്കുന്നു, റബ്ബേ, അല്ലാഹുവിന്റെ പ്രവാചകൻ എന്തായാലും രാത്രി ഇബാദത്തിനു വേണ്ടി എഴുന്നേക്കുമല്ലോ, ഉളുവെടുക്കണമല്ലോ, വല്ലാത്ത തണുപ്പാണല്ലോ, പച്ചവെള്ളത്തിൽ ഉളുവെടുക്കാൻ പ്രയാസമാണല്ലോ. അതുകൊണ്ട് റബീഅത്ത് ഇബ്നു കഅബുൽ അസ്ലമി എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പടച്ചവനെ ചൂടുവെള്ളം തയ്യാറാക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഉളുവെടുക്കാൻ അവിടുന്ന് ചൂടുവെള്ളം തയ്യാറാക്കുകയാണ്. പടച്ചവനെ, വെള്ളം തയ്യാറാക്കിയിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൂമിന്റെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. എപ്പോഴാണ് നബി തങ്ങൾ എഴുന്നേക്കുന്നതെന്നറിയില്ല. അതുകൊണ്ട് നബി തങ്ങൾ എഴുന്നേക്കുമ്പോൾ അവിടുന്ന് കൊടുക്കുന്നതിന് വേണ്ടി വെള്ളവും തയ്യാറാക്കി കാത്തു നിൽക്കുകയാണ്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുകയാണ്. നബി തങ്ങളുടെ വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോ റബീഅത്ത് ഇബ്നു കഅബുൽ അസ്ലമി റളിയല്ലാഹു തആല അൻഹു ആ ചെറുപ്പക്കാരൻ അല്ലാഹുവിന്റെ പ്രവാചകന്റെ കയ്യിലേക്ക് വെള്ളം കൊടുക്കുകയാണ്. ഇതാ നബിയേ ചൂടുവെള്ളം, ഇതാ നബിയേ ചൂടുവെള്ളം. ഉളുവെടുക്കുന്നതിന് വേണ്ടിയുള്ള വെള്ളം നബി തങ്ങളുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന് വല്ലാത്ത അത്ഭുതമാവുകയാണ്. മുത്തുനബി അവിടുന്ന് ചൂടുവെള്ളം ചോദിച്ചില്ലല്ലോ. പടച്ചവനെ, ഈ ചെറുപ്പക്കാരൻ ഉറങ്ങാതെ നബി തങ്ങളെ കാത്തു നിൽക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുന്നു, റബിയ, ഉറങ്ങിയില്ലേ റബിയ? അല്ലാഹുവിന്റെ പ്രവാചകനോട് പറയുന്നു, ഇല്ല നബിയേ, വെള്ളവും തയ്യാറാക്കി അങ്ങയുടെ റൂമിന്റെ മുമ്പിൽ നിൽക്കുകയാണ്. എപ്പോഴാണ് എഴുന്നേക്കുന്നതെന്നറിയില്ലല്ലോ. അതുകൊണ്ട് ഉറങ്ങാതെ ഒരു രാത്രി മുഴുവനും നബി തങ്ങളുടെ റൂമിന്റെ മുമ്പിൽ കാത്തുനിന്ന ചെറുപ്പക്കാരന് അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് കാണുമ്പോ നബി തങ്ങളുടെ കണ്ണ് നിറയുകയാണ്. എന്തൊരു സ്നേഹമാണ് പടച്ചവന്, എന്തൊരു സ്നേഹമാണ് പടച്ചവന്. ഈ ചെറുപ്പക്കാരന് ഈ സ്നേഹത്തിന് പകരം ഞാൻ എന്ത് കൊടുക്കാനാണ് പടച്ചവനെ? നബി തങ്ങൾ അവിടുന്ന് ചിന്തിക്കുകയാണ്. അവസാനം അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റബീഅത്ത് ഇബ്നു കഅബുൽ അസ്ലമി എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ അടുത്തേക്ക് വിളിക്കുകയാണ്. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, റബിയ, എനിക്ക് നിന്നെ വല്ലാതെ ഇഷ്ടപ്പെട്ടു റബിയ. ഈ സ്നേഹത്തിന് ഞാൻ എന്താണ് പകരം തരേണ്ടത്? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് ചോദിക്കുകയാണ്, എന്തു വേണമെങ്കിലും ചോദിക്കുക റബിയ, എന്തു വേണമെങ്കിലും നീ ചോദിക്കു റബിയ, എന്തു ചോദിച്ചാലും നിനക്ക് ഞാൻ തരാ. ആരാ പറയുന്നത്? ഈ ലോകം തന്നെ പടയ്ക്കാൻ കാരണക്കാരനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് പറയുന്നത്. എന്തു വേണമെങ്കിലും ചോദിക്കാൻ, എന്തു ചോദിച്ചാലും നിനക്ക് ഞാൻ തരാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് ചോദിക്കുമ്പോ റബീഅത്ത് ഇബ്നു കഅബുൽ അസ്ലമി എന്ന് പറയുന്ന പാവപ്പെട്ടവനായ യുവത്വത്തിൽ
ബക്കത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ആ ചെറുപ്പക്കാരൻ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചതെന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂലിനോട് അവിടെന്ന് ചോദിക്കുകയാ, അസ്അലുക മുറാഫതക ഫിൽ ജന്ന. വല്ലാത്ത ഒരു ചോദ്യമാണ് ചോദിക്കുന്നത്. പടച്ചവനെ കിട്ടിയ അവസരം അവിടെ നിന്ന് മുതലാക്കുകയാണ്. ആ ചെറുപ്പക്കാര സ്വർഗം വേണമെന്നല്ല പറയുന്നത്, അധികാരം വേണമെന്നല്ല പറയുന്നത്, സമ്പത്ത് വേണമെന്നല്ല പറയുന്നത്, കൊട്ടാരം വേണമെന്നല്ല പറയുന്നത്. റബിയ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ആ പാതിരാത്രിയിൽ അല്ലാഹുവിന്റെ പ്രവാചകനോട് ചോദിച്ചതെന്തെന്നറിയുമോ? യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എനിക്ക് സ്വർഗത്തിൽ അങ്ങയുടെ കൂടെ നടക്കണം നബിയേ. ഇതുപോലെ നാളെ സ്വർഗത്തിലും അങ്ങയുടെ കൂടെ നടക്കണം നബിയേ. എനിക്ക് അങ്ങയുടെ കൂടെ സഹവസിക്കണം നബിയേ. എനിക്ക് അങ്ങയുടെ കൂട്ടുകാരനാകണം നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകനോട് റബിയ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ചോദിക്കുകയാ, നാളെ സ്വർഗത്തിൽ എനിക്ക് അങ്ങയുടെ കൂടെ നടക്കണം നബിയേ, അങ്ങയുടെ കൂടെ സഹവസിക്കണം നബിയേ. നബി തങ്ങൾ അവിടെ നിന്ന് ചോദിക്കുന്നു, റബിയ വേറെ എന്തെങ്കിലും വേണമെങ്കിൽ ചോദിക്ക് റബിയ. നിനക്ക് സമ്പത്ത് വേണോ? നിനക്ക് കൊട്ടാരം വേണോ? നിനക്ക് അധികാരം വേണോ? വേറെ എന്ത് വേണമെങ്കിലും ചോദിക്ക് റബിയ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ചോദിക്കുമ്പോ റബീഅത്ത് ഇബ്നു കഅബുൽ അസ്ലമി എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പറഞ്ഞു, എനിക്ക് വേറെ ഒന്നും വേണ്ട നബിയേ, എനിക്ക് വേറെ ഒന്നും വേണ്ട നബിയേ. സ്വർഗത്തിൽ അങ്ങയുടെ കൂടെ നടക്കണം നബിയേ, അങ്ങയുടെ കൂടെ സഹവസിക്കണം നബിയേ, അങ്ങയുടെ കൂടെ താമസിക്കണം നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ എന്ത് കൊടുത്താലും എന്ത് ചോദിച്ചാലും കൊടുക്കാമെന്ന് പറഞ്ഞതാണല്ലോ. നബി തങ്ങളുടെ മറുപടി എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂലിന്റെ മറുപടി എന്താ? ശഅബാനിന്റെ രാത്രിയിൽ ഒരുമിച്ച് കൂടിയവരെ, നിനക്കും ആഗ്രഹമില്ലേ അല്ലാഹുവിന്റെ പ്രവാചകന്റെ കൂടെ നടക്കാൻ? നിനക്ക് കൊതിയില്ലേ? 63 വർഷക്കാലമാണ് നബി തങ്ങൾ ജീവിച്ചത്. എന്നാ നാളെ പടച്ച റബ്ബിന്റെ സ്വർഗത്തിലാണെങ്കിലോ, അതാ പടച്ചവനെ സ്വർഗത്തിൽ മരണമില്ലല്ലോ, അല്ലാഹുവിന്റെ സ്വർഗത്തിൽ മരണമില്ലല്ലോ. അതാ ഉലൈക അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, ഉലൈക അസ്ഹാബുൽ ജന്ന ഹും ഫീഹാ കാലാകാലം അല്ലാഹുവിന്റെ സ്വർഗത്തിലാ, കാലാകാലം അല്ലാഹുവിന്റെ സ്വർഗത്തിലാ. അവിടെ മരണമില്ലടോ, അവിടെ കഷ്ടപ്പാടില്ലടോ, അവിടെ രോഗങ്ങളില്ലടോ, അവിടെ പ്രായമുള്ളവരില്ല, കുട്ടികളില്ല, രോഗികളില്ല, കറുത്തവരില്ല, ഇരുനിറമുള്ളവരില്ല. അല്ലാഹുവിന്റെ സ്വർഗത്തില് പടച്ചവനെ എല്ലാവർക്കും 33 വയസ്സാണ്, ആണിനും പെണ്ണിനും 33 വയസ്സാണ്. പടച്ചവരെ എല്ലാവർക്കും ഒരേ ഒരു ഗ്ലാമറാണ്. ആരുടെ ഗ്ലാമർ എന്നറിയോ? മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം ഈജിപ്തിലെ കൊട്ടാരത്തിലൂടെ യൂസുഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ നടന്നു പോയപ്പോ പെണ്ണുങ്ങൾ അവിടുത്തെ സൗന്ദര്യം കണ്ടിട്ട് കയ്യിലിരുന്ന കത്തി കൊണ്ടവര് കൈവിരൽ പോലും മുറിച്ചു കളഞ്ഞു എന്ന ചരിത്രം പറഞ്ഞ ആ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ സൗന്ദര്യമാണ് അല്ലാഹുവിന്റെ സ്വർഗത്തിൽ എല്ലാവർക്കും ഉള്ളത്. എല്ലാവർക്കും 33 വയസ്സാണ്. അവിടെ കഷ്ടപ്പാടില്ല, അവിടെ ദാരിദ്ര്യമില്ല, അവിടെ പ്രയാസമില്ല, അവിടെ ജോലിക്ക് പോകേണ്ട കാര്യമില്ല. പടച്ചവനെ നിസ്കരിക്കണ്ട, നോമ്പ് പിടിക്കണ്ട, വഅദ് പറയണ്ട, വഅദ് കേൾക്കണ്ട, സദക്ക കൊടുക്കണ്ട. പടച്ചവനെ ഒരു നന്മയും നമുക്കവിടെ ചെയ്യണ്ട. പടച്ചവനെ എല്ലാ അനുഗ്രഹങ്ങളും അല്ലാഹു നിറച്ചു വച്ചിരിക്കുകയാണ്. അതിലുണ്ട് മുന്തിരി തോട്ടവും റുമ്മാനും, രസമുള്ളതാ കദളിപ്പഴം തിന്നാനും, താരാട്ടു പാടാൻ തോഴിമാർ പലരുണ്ട്, കൈമുട്ടുവാൻ ചില ദാസിമാർ വരവുണ്ട്. മണിയില്ല റബ്ബേ വാങ്ങുവാനാ വീട്,
കൊതിയുണ്ട് വല്ലാതെപ്പോഴും അതിനോട്, അതിലേക്കു നീ ഒരു പാസുതാമന്നാനേ, അതു നിന്റെ പക്കൽ മാത്രമാഹന്നാനേ. അള്ളാന്റെ സ്വർഗത്തില് നിസ്കരിക്കണോ, നോമ്പ് പിടിക്കണോ? സെറ്റാരെന്തിയപ്പോ പോയാ മോനെ ഇത്തിരി ഡിലേക്ക് ഇറോ. അള്ളാഹുവിന്റെ സ്വർഗത്തിൽ കഷ്ടപ്പാടില്ല, നിസ്കാരമില്ല, നോമ്പില്ല, സദക്കയില്ല, എന്ത് വേണമെങ്കിലും തിന്നാം, എന്ത് വേണമെങ്കിലും കുടിക്കാം. അള്ളാന്റെ സ്വർഗത്തിൽ നമുക്ക് ഇഷ്ടമുള്ളതുപോലെ നടക്കാം. അവിടെ ആരും വഴുതു പറയാനും ഉപദേശിക്കാനും നസീഹത്ത് പറയാനും ആരും വരൂല. അവിടെ എല്ലാവർക്കും 33 വയസ്സ്, എല്ലാവർക്കും യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ഗ്ലാമറാണ് എല്ലാവർക്കും. അതോട് കുടുംബത്തെ പോറ്റണ്ട, ദാരിദ്ര്യം ഉണ്ടാകുന്ന ഭയക്കണ്ട, എന്റെ പ്രിയപ്പെട്ടവരെ കിളയ്ക്കേണ്ട, പൂട്ടേണ്ട, വെയിൽ കൊള്ളേണ്ട, ഇവിടെ ഒന്നുമില്ല. അള്ളാഹുവിന്റെ സ്വർഗത്തിൽ ഇങ്ങനെ അടിച്ചു പൊളിച്ചു നടക്കാം. ആ സ്വർഗത്തിൽ മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വർഗത്തിലെ കൂട്ടുകാരനാകാൻ കഴിയണം. ആ നബിതങ്ങളുടെ കൂടെ നാളെ സ്വർഗത്തിൽ നടക്കണം. അള്ളാഹു അതിനുള്ള ഭാഗ്യം തരുമാറാകട്ടെ. ഒരു ആമീൻ പറയാൻ പോലും മനസ്സില്ല, പിന്നെ എങ്ങനെ നമുക്ക് ഭാഗ്യം ഉണ്ടാവുക? അള്ളാഹു അതിനുള്ള ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആരാണ് നാളെ സ്വർഗത്തിലെ നബിതങ്ങളുടെ കൂട്ടുകാർ? ആരാണ് നാളെ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നാളെ അള്ളാഹുവിന്റെ സ്വർഗത്തിൽ സഹവസിക്കണമെങ്കിൽ, നബിതങ്ങളുടെ കൂടെ നടക്കണമെങ്കിൽ ചെയ്യേണ്ട നന്മകൾ എന്താ? നബിതങ്ങൾ അവിടെ നിന്ന് പഠിപ്പിക്കുകയാ. റബീഅത്ത് ഇബ്നു കഅബുൽ അസ്ലമി എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരനെ നിങ്ങളെ കുറിച്ച് പഠിച്ചു നോക്കടോ. ഇട്ടിരിക്കുന്ന വസ്ത്രമല്ലാതെ പുതയ്ക്കാൻ മറ്റൊരു വസ്ത്രമില്ലാത്ത ചെറുപ്പക്കാരൻ. ഒരു ദിവസത്തിൽ ഒരു നേരം പോലും വയറ് നിറച്ചു ഭക്ഷണം കഴിക്കാനില്ലാത്ത പാവപ്പെട്ടവനാണ്. എന്തു വേണമെങ്കിലും ചോദിക്കാൻ പറഞ്ഞപ്പോൾ ആ ചെറുപ്പക്കാരൻ്റെ ചോദ്യം, നാളെ സ്വർഗത്തിൽ എനിക്ക് അങ്ങയുടെ കൂടെ നടക്കണം നബിയെ, നിനക്ക് വേറെ എന്തെങ്കിലും വേണോ? എനിക്ക് വേറെ ഒന്നും വേണ്ട, എനിക്ക് സ്വർഗം മതി. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സ്വർഗം ഞാൻ വാങ്ങിത്തരാം. അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. നബി തങ്ങൾ പറയുന്നു, സ്വർഗം വേണോ? ഞാൻ തരാം, നിന്നെ ഞാൻ കൊണ്ടുപോകാം, നിന്നെ സ്വർഗത്തിൽ ഞാൻ കൊണ്ടുപോകാം. ഞാൻ നിന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകണമെങ്കിൽ ചില കണ്ടീഷൻ ഉണ്ട്. നബി തങ്ങൾ ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു കൊടുക്കുകയാ. അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാ, സ്വർഗത്തിലേക്ക് നിനക്ക് എന്റെ കൂടെ കടന്നു വരണോ? റബീഅത്ത് ഇബ്നു കഅബുൽ അസ്ലമി എന്ന് പറയുന്ന ചെറുപ്പക്കാരനോട് അല്ലാഹുവിന്റെ പ്രവാചകനെ പറഞ്ഞു കൊടുത്ത ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? റബിയ, സുജൂദുകൾ അധികരിപ്പിക്കണേ റബിയ. അല്ലാഹുവിന്റെ പ്രവാചകനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, പള്ളി കെട്ടിക്കൊടുക്കണമെന്നല്ല, സദക്ക കൊടുക്കണമെന്നല്ല, ഹജ്ജ് ചെയ്യണമെന്നല്ല, നോമ്പ് പിടിക്കണമെന്നല്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, നാളെ സ്വർഗത്തിൽ എൻ്റെ കൂടെ നിനക്ക് കടന്നു വരണമെങ്കിൽ നീ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? റബിയ, നീ അധികമായിട്ട് സുജൂദ് ചെയ്യണേ, നീ അധികമായിട്ട് സുജൂദ് ചെയ്യണേ എന്ന് പ്രവാചകനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പഠിപ്പിക്കുമ്പോ, നബി തങ്ങൾ അവിടെന്ന് പറഞ്ഞു കൊടുക്കുമ്പോ, പടച്ചവനെ ഈ വഅദ് കേൾക്കാമെന്ന് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് നമുക്ക് സുജൂദ് ചെയ്യാൻ വല്ലാത്ത മടിയാടോ, നമുക്കത് വല്ലാത്ത പ്രയാസമാടോ? കാരണം അതിന്റെ വില എന്താണെന്നറിയില്ല. ആ സുജൂദ് ചെയ്താൽ കിട്ടുന്ന പ്രതിഫലം എന്താണെന്ന് നമുക്കറിയില്ല. പടച്ചവനെ, സുജൂദ് ചെയ്താൽ കിട്ടുന്ന പ്രതിഫലം എന്തെന്നറിയോ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, മുഹമ്മദുർ റസൂലുള്ളാഹ് വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാർ റുഹമാഉ ബൈനഹും തറാഹും റുക്അൻ സുജ്ജദൻ യബ്തഗൂന ഫളിലൻ മിനല്ലാഹി വറിദ്വാനാ സീമാഹും ഫീ വുജൂഹിഹിം മിൻ അസരി സുജൂദ്. അല്ലാഹു
അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറയുകയാണ്, സുജൂദ് ചെയ്താൽ കിട്ടുന്ന ഒരു പ്രതിഫലം എന്തെന്നറിയോ? അവരുടെ മുഖത്തടയാളം കാണാം, അവരുടെ മുഖത്തടയാളം കാണാം. സുജൂദ് ചെയ്യുന്നവരുടെ മുഖത്ത് നോക്കിയാൽ അടയാളം കാണാം. അടയാളം കാണാമെന്ന് പറഞ്ഞാൽ നിസ്കാരത്തഴമ്പ് മാത്രമല്ല ബാപ്പാ. ചെറുപ്പക്കാരാ, നിസ്കാരത്തഴമ്പിനെ കുറിച്ചല്ല പറയുന്നത്. എടോ സഹോദരാ, നിസ്കരിക്കുന്ന ഒരു മനുഷ്യന്റെ മുഖത്ത് നോക്കിയാൽ, സുജൂദ് ചെയ്യുന്ന ഒരാളുടെ മുഖത്ത് നോക്കിയാ പടച്ചവനെ അവന്റെ മുഖത്തൊരു പ്രകാശം കാണാം, ഒരു ഈമാനികമായിട്ടുള്ള പ്രകാശം കാണാം, ഒരു ഈമാനികമായിട്ടുള്ള ഒരു ചൈതന്യം കാണാം. അത് എല്ലാവർക്കും ലഭിക്കുന്ന ഒരു കാര്യമല്ല. അത് സുജൂദ് ചെയ്യുന്നവർക്ക് അല്ലാഹു കൊടുക്കുന്ന വലിയ ഒരു അംഗീകാരമാണ്. പടച്ചവനെ പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു ഉദാഹരണം പറഞ്ഞാൽ, പടച്ചവനെ നിങ്ങളുടെ നാട്ടിലെ ചില പ്രായമുള്ള വാപ്പമാരെ കണ്ടാ എന്തൊരു പ്രകാശമെന്നറിയോ? അവര് വേച്ച് നിസ്കരിക്കാ പള്ളിയിലേക്ക് വരുന്നത് കണ്ടാ അവരുടെ മുഖത്ത് വല്ലാത്ത ഒരു ഈമാനികമായിട്ടുള്ള വെളിച്ചമാണ്. അവരെ കണ്ടാ എഴുന്നേക്കുമടോ, അറിയാതെ എഴുന്നേറ്റ് നിന്ന് പോകുമടോ, അവരുടെ കൈ പിടിച്ചിട്ട് ദുആ ചെയ്യാ പറയുമടോ. പടച്ചവനെ, അവർ ആലിമീങ്ങളല്ല, അവര് സയ്യിദന്മാരല്ല, അവര് പണ്ഡിതന്മാരല്ല, അവര് ഹജ്ജ് ചെയ്തവരല്ല, അവിടെ ഇവിടത്തെ ഏറ്റവും വലിയ കോടീശ്വരനല്ല. പടച്ചവനെ, ജമാഅത്തിന്റെ പ്രസിഡന്റ് അല്ല. പടച്ചവനെ, പാവപ്പെട്ട ചില വാപ്പമാരെ കണ്ട അറിയാതെ പറഞ്ഞു പോകുമടോ, അറിയാതെ ബഹുമാനിച്ചു പോകുമടോ. കാരണം അത് അല്ലാഹു അവർക്ക് കൊടുത്തിരിക്കുന്ന ഒരു അംഗീകാരമാണ്, അവർക്ക് അല്ലാഹു കൊടുത്തിരിക്കുന്ന ഒരു സ്ഥാനമാണ്. അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. എനിക്കങ്ങനെ ഒരു സ്ഥാനം ലഭിക്കുന്നില്ലല്ലോ, ഞാൻ ഏറ്റവും വലിയ സമ്പന്നനാണല്ലോ, ഞാൻ പള്ളിക്ക് ലക്ഷങ്ങൾ കൊടുത്തവനാണല്ലോ, ഏത് നല്ല കാര്യത്തിനും കൊടുക്കുന്നവനാണല്ലോ, വർഷാവർഷം ഹജ്ജിന് പോകുന്ന ഹാജിയാണല്ലോ, ജമാഅത്തിന്റെ പ്രസിഡന്റും സെക്രട്ടറിയുമാണല്ലോ. എന്നെ ബഹുമാനിക്കുന്നില്ലല്ലോ, എന്നെ കാണുമ്പോ എഴുന്നേക്കുന്നില്ലല്ലോ. സഹോദരാ, അത് പടച്ച റബ്ബ് കൊടുക്കുന്ന ഒരു സ്ഥാനമാണ്, അത് അല്ലാഹു കൊടുക്കുന്ന ഒരു അംഗീകാരമാണ്. അത് പണം കൊടുത്തു വാങ്ങിയതല്ല, കുടുംബ മഹിമ കൊണ്ട് വാങ്ങിയതല്ല, അധികാരത്തിന്റെ പവർ കൊണ്ട് വാങ്ങിയതല്ല. അത് പടച്ച റബ്ബിന്റെ മുമ്പിൽ സുജൂദിൽ കിടന്നിട്ട് വാങ്ങിച്ച അംഗീകാരമാണ്. അല്ലാഹ് പറയുകയാണ്, അവരുടെ മുഖത്ത് സുജൂദിന്റെ അടയാളം കാണാ. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, നമുക്കാണെങ്കിൽ സുജൂദ് ചെയ്യാൻ വല്ലാത്ത മടിയാണ്, നമ്മൾ അലസത കാണിക്കുന്നവരാണ്. എന്നാ സുജൂദ് ചെയ്താൽ കിട്ടുന്ന പ്രതിഫലം നിനക്കറിയുമോ? നിസ്കരിക്കുന്നവന്റെ പ്രതിഫലമല്ല, സുജൂദ് ചെയ്യുന്ന ഒരു മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയോ? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഒരു മനുഷ്യന് സുജൂദിൽ കിടക്കുമ്പോ അവൻ ശരീരം കൊണ്ട് ചെയ്ത പാപമുണ്ടല്ലോ, അവൻ ചെയ്ത പാപങ്ങൾ മുഴുവനും അവന്റെ പെരടിയുടെ മുകളിൽ വരികയാണ്, അവന്റെ പെരടിയുടെ മുകളിൽ വരികയാണ്. അവന് സുജൂദിലേക്ക് വീണാ ഉണക്ക മരത്തിൽ നിന്ന് ഇലകൾ പൊഴിഞ്ഞു വീഴുന്നത് പോലെ അവന്റെ പിരടിയിൽ നിന്ന് പാപങ്ങൾ പൊഴിഞ്ഞു വീഴുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. പാപങ്ങൾ മുഴുവനും പുറത്തു കൊടുക്കുകയാണ്, പാപങ്ങൾ മുഴുവനും പൊഴിഞ്ഞു വീഴുകയാണ്. പടച്ചവനെ, ഉമ്മ പ്രസവിച്ചതുപോലെ ശുദ്ധിയാവുകയാണ്. സഹോദരാ, നിങ്ങൾ ഇശാ നിസ്കരിച്ചവരാണല്ലോ. പടച്ചവനെ, ഞാൻ ഇങ്ങോട്ട് വരുമ്പോ പലരും ഇശാ നിസ്കാരം കഴിഞ്ഞ് ജുമാ മസ്ജിദിൽ നിന്ന് ഇറങ്ങി വരുന്ന രംഗം കണ്ടടോ. എന്റെ പ്രിയപ്പെട്ടവരോട് ചോദിക്കട്ടെ, ഈ ഇശാ നിസ്കരിച്ചിട്ട് ഇറങ്ങി വന്ന നിങ്ങളോട് അല്ലാഹുവിന്റെ പള്ളിക്കകത്ത് വെച്ച് മലക്കുകളെ പറഞ്ഞതെന്തെന്നറിയോ? ഒരാള് നിസ്കാരപ്പായിൽ നിന്ന് എഴുന്നേക്കുമ്പോ, നമസ്കാരം കഴിഞ്ഞിട്ട് ആ നിസ്കാരപ്പായിൽ നിന്ന് എഴുന്നേക്കുമ്പോ അല്ലാഹുവിന്റെ മലക്കുകൾ നിങ്ങളിൽ ചിലരോട് പറയുകയാണ്, ഏ മനുഷ്യ,
നീ സ്വർഗത്തിലാ, നീ സ്വർഗത്തിന്റെ അവകാശിയാ. അല്ലാഹു നിന്റെ പാപം മുഴുവനും പുറത്തു തന്നിരിക്കുകയാണ്. നീ സ്വർഗത്തിലാണ്, നിന്റെ പേര് സ്വർഗത്തിന്റെ ലിസ്റ്റിൽ എഴുതി വെച്ചിട്ടുണ്ട്. പടച്ചവനെ നീ സ്വർഗത്തിലാണ്. അല്ലാഹുവിന്റെ മലക്കുകൾ ഇശാ നമസ്കാരം കഴിഞ്ഞ് ഇറങ്ങിയ ഒരു വാപ്പയെ കെട്ടിപ്പിടിച്ചിട്ട് അല്ലാഹുവിന്റെ മലക്കുകൾ പറഞ്ഞു നീ സ്വർഗത്തിലാണ്, നീ മരിച്ച സ്വർഗത്തിലാണ്, നിന്റെ പേര് സ്വർഗത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ്. എന്നാ ഇശാ നിസ്കാരം കഴിഞ്ഞ പള്ളിയിൽ നിന്ന് ഇറങ്ങിയ ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ മലക്കുകൾ പറയുന്നു എടാ നഷ്ടവാളി, പരാജയപ്പെട്ടവര്, എല്ലാ പാഴാക്കി കളഞ്ഞല്ലോ, ഇത്രയും നല്ല ഒരു അവസരം അല്ലാഹു തന്നിട്ട് നീ നശിപ്പിച്ച് കളഞ്ഞല്ലോ, നീ നരകത്തിലാണ്, നീ നരകത്തിലാണ്, നിന്റെ പേര് നരകത്തിന്റെ മുമ്പിൽ എഴുതി വെച്ചിട്ടുണ്ട്. അല്ലാഹുവേ തൗബ ചെയ്യാതെ അടുത്ത വഖത്തിന് മുമ്പ് മരണപ്പെട്ട നീ നരകത്തിലാ സഹോദരാ. നിസ്കാരം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ആ മുസല്ലയിൽ നിന്ന് എഴുന്നേക്കുമ്പോ അല്ലാഹുവിന്റെ മലക്കുകൾ അവിടെ നിന്ന് മുസാഫഖത്ത് ചെയ്തിട്ട് പറയുകയാണ് സ്വർഗത്തിന്റെ അവകാശി ഇവിടെയുണ്ട്, നരകത്തിന്റെ അവകാശിയും ഇവിടെയുണ്ട്. സഹോദരാ സ്വർഗത്തിൽ പോകണോ? എപ്പോഴും അല്ലാഹുവോട് പറയും സ്വർഗം ദാ, സ്വർഗം ദാ, സ്വർഗം ദാ. ഏ വാപ്പാ, ഒരു വഖത്ത് നിസ്കരിച്ചാ മതി സ്വർഗത്തിൽ പോകാൻ. ഒരേ ഒരു വഖത്ത് നമസ്കാരം നിസ്കരിക്കേണ്ട രീതിയിൽ നിസ്കരിച്ചാൽ ആ നിസ്കാരപ്പായിൽ നിന്ന് എഴുന്നേക്കുമ്പോ അല്ലാഹുവിന്റെ മലക്കുകൾ നിന്നോട് സന്തോഷ വാർത്ത പറയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇശാ നിസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് ഇറങ്ങി വരുന്നവരെ ഞാൻ കണ്ടു. ആ ഇറങ്ങി വന്നവരോട് പറയുന്നു, നിങ്ങളിൽ ചിലരുടെ കൈ പിടിച്ചിട്ട് അല്ലാഹുവിന്റെ മലക്കുകൾ പറഞ്ഞു നീ സ്വർഗത്തിലാണ്, നിന്റെ ലിസ്റ്റിനെ സ്വർഗത്തിന്റെ ലിസ്റ്റിൽ നിന്റെ പേര് എഴുതി വെച്ചിട്ടുണ്ട്. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ, അല്ലാഹു ആ കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ. മറ്റു ചിലരോട് മലക്കുകൾ പറഞ്ഞു എടാ നീ നിസ്കരിച്ചിട്ട് നരകത്തിലാണല്ലോ, നീ നിസ്കരിച്ചിട്ടും നരകത്തിലായി പോയല്ലോ, എന്തൊരു നഷ്ടവാളിയാ, എന്തൊരവസരമാ നീ പാഴാക്കി കളഞ്ഞത്. അടുത്ത വഖത്ത് തൗബ ചെയ്യുന്നതിന് മുമ്പ് നീ മരണപ്പെട്ടു പോയാൽ, അടുത്ത വഖത്ത് നിസ്കാരത്തിന് മുമ്പ് നീ തൗബ ചെയ്യാതെ മരണപ്പെട്ടു പോയാൽ നീ നരകത്തിലാ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ, അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട വാപ്പമാരെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, 1000 റക്അത്ത് നിസ്കരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു വഖത്ത് മതി സ്വർഗത്തിൽ പോകാൻ. നിന്റെ ജീവിതത്തിൽ ഒരു വഖത്ത് നിസ്കരിക്കേണ്ട രീതിയിൽ നിസ്കരിച്ചാൽ നിനക്ക് സ്വർഗത്തിൽ പോകാം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ദാമിയും പറയാനൊരു മടി എന്തെന്നറിയോ? സ്വർഗത്തിന്റെ പാസ് പോക്കറ്റിൽ ഇരിക്കുന്നുണ്ട് ചിലർക്ക്, ചിലരുടെ കയ്യിൽ സ്വർഗത്തിന്റെ പാസ് തന്നെ ഇരിക്കുന്നുണ്ട്. ഉസ്താദെ ഒറ്റ വഖത്ത് നിസ്കരിച്ച സ്വർഗത്തിലാണെങ്കിൽ ഞാൻ ചാക്ക് കെട്ടിനകത്ത് നിറച്ചു വെച്ചിരിക്കുക നിസ്കാരം അല്ലേ? നമ്മളിൽ ഒരൊറ്റ വഖത്ത് നിസ്കരിച്ച സ്വർഗത്തിൽ പോകുമെങ്കിൽ നമ്മളാണെങ്കിൽ പടച്ചവനെ 40 കൊല്ലം 50 കൊല്ലം 60 കൊല്ലമായിട്ട് നിസ്കരിക്കുന്നവരാ നമ്മൾ. നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് കണക്കിന് നിസ്കാരം ഇരിക്കുന്നുണ്ട്. എന്നാൽ എൻ്റെ പൊന്നാര കാക്ക, നിസ്കാരം എന്ന് പറഞ്ഞാൽ എന്താണെന്നെങ്കിലും നിനക്കറിയോ? സത്യത്തിൽ നിസ്കാരം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ നിസ്കരിക്കുന്നത് കാണുമ്പോൾ സാധാരണ നിസ്കരിക്കുന്നവനെ ശൈത്താനാണ് പിഴപ്പിക്കുന്നത്. ഇബാദത്ത് ചെയ്യുന്നത് കാണുമ്പോൾ ഇബിലീസ് പിഴപ്പിക്കും ഇല്ലേ? നമ്മൾ നിസ്കരിക്കുന്നത് കാണുമ്പോൾ ഇബിലീസ് മാറി നിന്നിട്ട് ചിരിക്കും, ഇവൻ എന്താ അല്ലാഹ് കാണിക്കുന്നതെന്ന് ഓർത്തിട്ട്. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. നിസ്കാരം എന്ന് പറഞ്ഞാൽ എന്താ? ഞാനൊരു നിസ്കാരം പറഞ്ഞു തരാം. ഇതുപോലെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിസ്കരിച്ചിട്ടുണ്ടോ എന്ന് സ്വന്തം നീന്തിച്ചേ. നമ്മൾ ആരെങ്കിലും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും സിയാദക്ക എന്താപ്പാ കാഞ്ഞിപ്പുഴയിലെ മലയാളി വന്ന് പുറത്തിരിക്കുന്നത്? എഴുന്നേറ്റ് വാപ്പാ, കഴിഞ്ഞ വാതിന് അവസാനം വന്ന വാ, നിങ്ങൾ കഴിഞ്ഞ വാതിന് ഏറ്റവും അവസാനം ചോറ് വാങ്ങി വാ, നമ്മുടെ ചങ്ങാതിയാ. എഴുന്നേക്ക് സിയാദക്ക. അൽഹംദുലില്ലാ, ചെറിയ കാശുകാരനാ, ചെറിയ യൂസുഫ് അലിയ. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. കാഞ്ഞിപ്പുഴയിൽ യൂസുഫ് അലിയ. വാ ഇൻഷാ അല്ലാഹ്. പള്ളി പ്രസിഡന്റാണ് ഞങ്ങൾ ഇപ്പോഴും, മാറിയില്ലേ? രക്ഷപ്പെട്ടു. വാ, അതങ്ങ് ആവാതിരുന്ന തന്നെ രക്ഷപ്പെട്ടു. പ്രസിഡന്റും സെക്രട്ടറിയൊക്കെ ആയിക്കഴിഞ്ഞാൽ പോയി, അതാര് വേണമെങ്കിലും ആയിക്കോ ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാ. വാ, ഓടി ഓടി വാ, മലയാളിയാ, ഇറങ്ങിയോ? അൽഹംദുലില്ലാ. അപ്പൊ നിങ്ങളല്ലേ പ്രസിഡന്റ്? മാറിയാ? ഇപ്പൊ രക്ഷപ്പെട്ടു, സ്വർഗത്തിൽ പോകും ഇൻഷാ അല്ലാഹ്. അടുത്ത ആള് വലിയ വേണോപ്പാ.
കഴിഞ്ഞ പ്രാവശ്യം വാഴതിന് വന്നപ്പോൾ ഈ ചങ്ങാതിയെ ഞാൻ ക്യാമറയിൽ ഇങ്ങനെ സലാം പറയായിരുന്നു. ഇപ്പം എന്തായാലും നാട്ടിലെത്തി. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. നിങ്ങളൊക്കെ നിസ്കരിക്കും, നമ്മളൊക്കെ നിസ്കരിക്കുന്നവരല്ലേ. എന്നാൽ ഞാനൊരു നിസ്കാരം പറയാം. ഇതുപോലെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിസ്കരിച്ചിട്ടുണ്ടോ എന്ന് ആലോചിച്ചാൽ മതി. സ്വർഗത്തിലേക്ക് പോകാനുള്ള പാസ് എടുത്ത് വെച്ചിരിക്കുന്നവരെ, ഞാൻ നിങ്ങൾക്കൊരു നിസ്കാരം പറഞ്ഞു തരാം. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇതുപോലെ നിസ്കരിച്ചിട്ടുണ്ടോ? മഹാനായ ഉറുവ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലിന് വല്ലാത്ത വേദനയാ. കാലിന്റെ ഒരു വിരലിന് വല്ലാത്ത വേദന. വൈദ്യന്മാരെ കാണിച്ചപ്പോ പറഞ്ഞു, തങ്ങള് വിരല് പഴുക്കുകയാണ്, വല്ലാത്ത പ്രയാസമാണ്. ഈ വിരല് മുറിച്ചു മാറ്റണമില്ലെങ്കിൽ പഴുപ്പ് മറ്റുള്ള വിരലുകളിലേക്ക് വ്യാപിക്കാം. അതുകൊണ്ട് വല്ലാത്ത പ്രയാസമാണ്, വിരല് മുറിച്ചു മാറ്റണമെന്ന് ഉറുവ റളിയല്ലാഹു തആല അൻഹുവിനോട് വൈദ്യന്മാര് പറയുകയാ. ഉറുബതങ്ങൾ വലിയ കാര്യമാക്കിയില്ല, നിസാരമാക്കുകയാണ്. പടച്ച റബ്ബേ, ദിവസങ്ങൾ കഴിഞ്ഞു, കാലിന്റെ വേദന വല്ലാതെ കൂടുകയാണ്. വൈദ്യന്മാര് രണ്ടാമതും നോക്കിയിട്ട് പറഞ്ഞു, തങ്ങളെ പഴുപ്പ് മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് വ്യാപിച്ചിരിക്കുകയാണ്. ഇനി കാൽപ്പത്തിയാണ് മുറിച്ചു മാറ്റേണ്ടത്, ഇല്ലെങ്കിൽ വല്ലാത്ത പ്രയാസമാണ്. ഉറുബതങ്ങൾ തയ്യാറായില്ല. പടച്ചവനെ, ദിവസങ്ങൾ കഴിഞ്ഞു, കാലിന് വല്ലാത്ത വേദനയായി. അവസാനം വൈദ്യന്മാര് പറഞ്ഞു, ഉറുബതങ്ങള് പഴുപ്പ് കാല് മുഴുവനും വ്യാപിച്ചിരിക്കുകയാണ്. ഇനി മുട്ടിന്റെ താഴ്ഭാഗത്ത് വെച്ച് വേണം കാല് മുറിക്കാൻ. ഇനിയെങ്കിലും ഞങ്ങൾ പറയുന്നതൊന്ന് സമ്മതിക്കുന്നങ്ങള്. അവസാനം ഉറുവ റളിയല്ലാഹു തആല അവിടെ നിന്ന് സമ്മതിക്കുകയാ. പെങ്ങള് മരണപ്പെട്ടിരിക്കുകയാ. തന്റെ പൊന്നാരമകനും മരിച്ച വാർത്തയുമായിട്ടാണ് കുടുംബക്കാരൻ വന്നിരിക്കുന്നത്. രണ്ട് സങ്കടം ഒരുമിച്ചായി. ഉറുവ റളിയല്ലാഹു തആല അൻഹുവിന് ബോധം വന്നപ്പോ വൈദ്യന്മാര് പറഞ്ഞു, തങ്ങളെ അങ്ങയുടെ കാല് നിസ്കരിക്കുന്ന സമയത്ത് ഞങ്ങള് മുറിച്ചു മാറ്റി. തങ്ങളെ അതാ ഉറുവ തങ്ങളുടെ മറുപടി എന്തെന്നറിയോ? ഇന്നാലില്ലാ അൽഹംദുലില്ലാഹ്. ഉറുവതങ്ങളുടെ മറുപടിയാണ്. എല്ലാവർക്കും വല്ലാത്ത അത്ഭുതമായി. തങ്ങളെ, അങ്ങയുടെ ഏറ്റവും ചെറിയ മകനുണ്ടല്ലോ, അവിടെ നിന്നും മരണപ്പെട്ടിരിക്കുന്നു. തങ്ങള് ഇന്നാലില്ലാഹ് അൽഹംദുലില്ലാഹ്. വൈദ്യന്മാർക്ക് വല്ലാത്ത അത്ഭുതമായി. സങ്കടമില്ലേ തങ്ങള്? എന്തിനാണ് അൽഹംദുലില്ലാഹ് പറയുന്നത്? ഉറുവ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ മറുപടി എന്തെന്നറിയോ? രണ്ട് കാലില്ലാത്ത എത്രയോ പേരുണ്ട്, ഇഴഞ്ഞു നടക്കുന്നവരുണ്ട്, ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. അല്ലാഹു രണ്ട് കാല് തന്നിട്ട് രണ്ടും എടുത്തില്ലല്ലോ, ഒരെണ്ണം ബാക്കി വെച്ചല്ലോ. അതുകൊണ്ട് അൽഹംദുലില്ലാഹ്. അല്ലാഹു 7 മക്കളെ തന്നിട്ട് 6 തിരിച്ചു തന്നില്ലേ? ഒരെണ്ണത്തെയല്ലേ അല്ലാഹു തിരിച്ചെടുത്തുള്ളൂ. അൽഹംദുലില്ലാഹ്. ഉറുവതങ്ങൾ പറഞ്ഞ മറുപടി ഇതാണ്. കുറച്ച് കഴിയുമ്പോ ഉറുവതങ്ങളിരുന്ന് കരയുകയാ. ഉറുവതങ്ങളിരുന്ന് വല്ലാതെ കരയുകയാണ്. അവിടെ നിന്ന് ചോദിക്കുന്നു, തങ്ങള് കാല് മുറിച്ചു മാറ്റിയെന്ന് പറഞ്ഞപ്പോ ഇതുപോലെ കരഞ്ഞില്ലല്ലോ. പൊന്നാര മകനെ മരണപ്പെട്ടു പോയെന്ന് പറഞ്ഞപ്പോ ഇതുപോലെ അങ്ങ് സങ്കടപ്പെട്ടില്ലല്ലോ. പിന്നെ എന്തിനാ തങ്ങളെ കരയുന്നത്? എന്തിനാണ് സങ്കടപ്പെടുന്നത്? ഉറുവ റളിയല്ലാഹു തആല അൻഹുവിന്റെ മറുപടി എന്തെന്നറിയോ? അല്ലാഹുവേ, ഇനി പഴയതുപോലെ ഒരുപാട് നേരം നിന്ന് നിസ്കരിക്കാൻ കഴിയില്ലല്ലോ അല്ലാഹ്.
ഒരുപാട് നേരം നിന്ന് നിസ്കരിക്കാൻ കഴിയില്ല, വലിയ വലിയ സൂറത്തുകൾ പാരായണം ചെയ്യാൻ കഴിയില്ല, ഒറ്റക്കാലനായി പോയല്ലോ. പടച്ചവനെ, നിസ്കാരം നീട്ടിക്കൊണ്ടുപോകാൻ കഴിയാത്തതിന്റെ സങ്കടത്തിലാണ് കരഞ്ഞതെന്ന് പറയുമ്പോ ഈ വഅദ കേൾക്കാൻ വന്നിരിക്കുന്ന മുസ്ലിമേ, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇതുപോലെ നിസ്കരിച്ചിട്ടുണ്ടോ? നിസ്കരിച്ചു കൊണ്ടിരുന്ന ഉറുവതങ്ങളുടെ കാല് മുറിച്ചിട്ടറിഞ്ഞില്ല, സൈത്തണ്ണ തിളപ്പിച്ചു കൊണ്ടുവന്ന് മുക്കിയിട്ടറിഞ്ഞില്ല. അതിനാണ് നിസ്കാരമെന്ന് പറയുന്നത്, അതിനാണ് നിസ്കാരമെന്ന് പറയുന്നത്. ഞാനും നിങ്ങളും നിസ്കരിക്കുമ്പോ ഒരു കൊതുക് പറന്നു പോയാൽ, നിസ്കരിച്ചു കൊണ്ടിരുന്നപ്പോ ഒരു കാല് വെട്ടി മുറിച്ചിട്ട് മഹാനവർകൾ അറിഞ്ഞില്ല. ഞാന് നിസ്കരിക്കുമ്പോ ഒരു കൊതു മൂളിയിട്ട് പോയാൽ ഞാൻ അറിയും. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവര്, ഒരു കൊതുവിന്റെ പാട്ട് പോലും എനിക്ക് മനസ്സിലാക്കാൻ പറ്റും നിസ്കരിക്കുമ്പോ. നിങ്ങളുടെ അവസ്ഥ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. എടോ, ഇതിനാണ് നിസ്കാരം എന്ന് പറയുന്നത്. ഇങ്ങനെ നിസ്കരിച്ചിട്ട് എഴുന്നേക്കുമ്പോഴാണ് അള്ളാഹുവിന്റെ മലക്കുകൾ കൈപിടിച്ചിട്ട് സ്വർഗത്തിലാണെന്ന് പറയുന്നേ. ഇങ്ങനെ ഒരു വക്കത്ത് നിസ്കരിച്ച ആരുണ്ട്? ഒരു ഉറുമ്പ് കടിച്ചറിയും, നമ്മളൊരു ഉറുമ്പ് കടിച്ചറിയും, ഒരു കൊതുവിന്റെ ശബ്ദം പോലും നമുക്ക് തിരിച്ചറിയാൻ കഴിയും. സഹോദര, അതിനല്ല നിസ്കാരം എന്ന് പറയുന്നത്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് വലിയ പള്ളി 3 നിലയുണ്ട്. കമ്മിറ്റിക്കാർ വിളിച്ചിട്ട് കേറുസ്താദെ എന്നുകൊണ്ട് കാണിച്ചു. ലക്ഷങ്ങൾ ചെലവഴിച്ചിട്ട് അൽഹംദുലില്ലാ മനോഹരമായ പള്ളിയൊക്കെ പണിതു. എടോ, പള്ളിയൊക്കെ പണിയാൻ എല്ലാരെ കൊണ്ടും പറ്റും, പള്ളി പണിയാൻ എല്ലാരെ കൊണ്ടു പറ്റും. പക്ഷെ നാളെ അസർ മുതൽ ആ പള്ളിക്കകത്ത് നിസ്കരിക്കാൻ ആളില്ലാതെ വന്നാൽ പടച്ച റബ്ബ് നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. പള്ളി കെട്ടാൻ പറ്റും, പക്ഷെ പള്ളിയോട് ചില കടമകളുണ്ട്, ചില ബാധ്യതകളുണ്ട്. അതിൽ പെട്ടതാണ് പള്ളി അലങ്കരിക്കേണ്ടത് ലൈറ്റും ഫാനും AC-യും അല്ലെങ്കിൽ വലിയ 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 ആഡംബരങ്ങൾ കാണിച്ചിട്ടല്ല. അതൊക്കെ വേണ്ടാന്നൊന്നും ഞാൻ പറയണില്ല. ഉസ്താദ് വന്നിട്ട് ഇനിയിപ്പോൾ ഇതെല്ലാം വിമർശിച്ചിട്ട് പോയിന്നല്ല. ഞാൻ ജോലി ചെയ്യുന്ന പള്ളി ഇതിനേക്കാളും വലിയ, അവിടെ വന്ന് നോക്കിയിട്ടാ ഇവർ വന്നേ. ഞാൻ ജോലി ചെയ്യുന്ന പള്ളിയെ വന്ന് നോക്കിയിട്ടാ ഇതൊക്കെ വന്നൊന്ന് അവിടെ നിന്ന് ഇങ്ങനെ പണിയണമെന്നൊക്കെ വന്ന് നോക്കിയായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, പള്ളി ഇബാദത്തുകൾ കൊണ്ട് അലങ്കരിക്കാൻ കഴിയണം. ഒരു കാര്യം നിങ്ങൾ അറിയണം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പള്ളിക്കകത്ത് നിസ്കരിക്കാൻ ആളില്ലാതെ വന്നാൽ പള്ളി കരയും. പള്ളിക്കകത്ത് നിസ്കരിക്കാൻ ആളില്ലാതെ വന്നാൽ പള്ളി കരയും. പള്ളി കരഞ്ഞാൽ ഈ നാട്ടുകാരറിയും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഞാൻ ഉള്ളതാ പറഞ്ഞത്. പള്ളിക്കകത്ത് നാളെ വേണമെങ്കിൽ ഇവിടെ ഇടിയുത്തിയ ആളായിരിക്കും, പക്ഷെ നിസ്കരിക്കാൻ ആളില്ലാതെ വന്നാൽ പള്ളി കരയും. പള്ളി കരഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാരറിയും, ഈ പള്ളിയുടെ പരിസരത്തുള്ളവർ മുഴുവനും അറിയും അതിൻ്റെ പ്രയാസം എന്താണെന്ന്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, റമളാനാ കടന്നു വരുന്നത്. ഇബാദത്തുകൾ അധികമായിട്ട് നിസ്കരിക്കുക സഹോദര. കേവലം ഫർളുകൾ മാത്രം, അത്രയേ ഉള്ളൂ. ഫർളുകൾ മാത്രമല്ല, ഈ ഫർളിന്റെ പിമ്പുമുള്ള ഒരുപാട് സുന്നത്ത് നിസ്കാരമുണ്ട്. ആ സുന്നത്ത് നിസ്കാരങ്ങൾ നമ്മൾ നിസ്കരിക്കണം. അതാണ് സുജൂദുകൾ അധികരിപ്പിക്കുക എന്ന് പറയുന്നത്. അധികമായിട്ട് നമ്മൾ സുന്നത്ത് തഹജ്ജുദ് നിസ്കരിക്കാം, ളുഹാ നിസ്കരിക്കാം, തസ്ബീഹ് നിസ്കരിക്കാം. അൽഹംദുലില്ലാഹ്, ഏതെല്ലാം നിസ്കാരങ്ങൾ, ആ സുന്നത്ത് നമസ്കാരങ്ങൾ മുഴുവനും നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ കഴിയണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഫർള് നിസ്കരിക്കാൻ എല്ലാവരെ കൊണ്ടും പറ്റുമടോ? പള്ളിയിൽ ചെന്ന് 5 നേരം നിസ്കരിക്കാൻ എല്ലാവരെ കൊണ്ട് കഴിയുമടോ? എന്നാ ഈ സദസ്സിലിരിക്കുന്നവരോട് 5 വഖത്ത് നിസ്കരിച്ചവര് കൈപൊക്കാൻ പറഞ്ഞാൽ നിങ്ങൾ അധികം പേരും കൈപൊക്കുമടോ? നിങ്ങൾ അധികം പേരും കൈപൊക്കുമടോ? എന്നാ പടച്ചവനെ, വെളുപ്പാങ്കാലത്ത് സുബഹി ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് ഒരു 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിച്ചവര് കൈപൊക്കാൻ പറഞ്ഞാ സുബ്ഹാനല്ലാഹ്, കയ്യിലെണ്ണാവുന്നവരെ കൈപൊക്കോ, കയ്യിലെണ്ണാവുന്നവരെ കൈപൊക്കോ. എല്ലാവർക്കും നിസ്കരിക്കാൻ കഴിയില്ല വാപ്പാ, എല്ലാവർക്കും തഹജ്ജുദ് നിസ്കരിക്കാൻ കഴിയില്ല പെങ്ങളെ, എല്ലാവർക്കും തഹജ്ജുദ് നിസ്കരിക്കാൻ കഴിയില്ല. തഹജ്ജുദ് നിസ്കരിക്കുന്ന ഉമ്മ,
നീ ആരാണെന്നറിയോ? നിന്റെ സ്ഥാനം എന്തെന്നറിയോ? ഉമ്മ, അല്ലാഹു നിന്നെ സ്നേഹിക്കുന്നു ഉമ്മ. അല്ലാഹു ഇഷ്ടപ്പെടുന്നവർക്കേ തഹജ്ജുദ് നിസ്കരിക്കാൻ പറ്റൂ. കാരണം തഹജ്ജുദ് നിസ്കരിക്കുന്നത് ഭാര്യ അറിയില്ല, മക്കളറിയില്ല, നാട്ടുകാരറിയില്ല, പടച്ചവനെ ഒരാളും അറിയില്ല. നീ രാത്രിയിൽ 2 മണിക്ക് 3 മണിക്ക് നീ എഴുന്നേറ്റ് നിസ്കരിക്കുന്നത് അല്ലാഹുവല്ലാതെ വേറെ ആരും അറിയില്ല. പടച്ചവരെ, ആ നിസ്കാരത്തിന് വല്ലാത്ത പ്രതിഫലമാണ്, ആ നിസ്കാരത്തിന് വല്ലാത്ത പ്രതിഫലമാണ്. പടച്ചവനെ, ഒരാടിന് പാല് കറക്കുന്ന സമയമെങ്കിലും പടച്ചവനെ നീ എഴുന്നേറ്റ് 2 റക്അത്ത് നമസ്കരിച്ച അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് സൂർ എന്ന് പറയുന്ന കാഹളത്തിൽ 2ാമത് മോതുമ്പോ പടച്ചവനെ പള്ളിപ്പറമ്പിലെ ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരുന്ന ഒരു ദിവസമുണ്ടല്ലോ. ഞാനും നിങ്ങളും ഉടുതുണിയില്ലാതെ നഗ്നരായിട്ട് നാളെ പടച്ച റബ്ബിന്റെ കോടതിയിലേക്ക് ഞാനും നിങ്ങളും കടന്നു വരുമല്ലോ. എല്ലാവരും പേടിച്ച് വിറച്ച് തലതാട്ടി പിടിച്ചിരിക്കുകയാണ്, എല്ലാവരും കരയുകയാണ്. യാ വൈലതാ യാ ഹസ്റതാ, എന്റെ നാശമേ, എന്റെ നാശമേ എന്ന് തലതാട്ടി പിടിച്ചുകൊണ്ട് കരയുന്ന ദിവസമുണ്ടല്ലോ. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, സഹോദരാ, 2 പേരുടെ തല ഇങ്ങനെ ഉയർന്നു നിൽക്കുകയാ. 2 വിഭാഗം ആൾക്കാരുടെ തല ഇങ്ങനെ ഉയർന്നു നിൽക്കുകയാണ്. അവര് തല ഉയർത്തി പിടിച്ചാണ് നടക്കുന്നത്. അവരാരെന്നറിയോ? അല്ലാഹുവിന്റെ പ്രവാചകന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മുത്തുനബി അവിടെന്ന് പറയുകയാ, നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ തല ഉയർത്തി പിടിച്ച് വരുന്ന 2 വിഭാഗത്തിൽ ഒരു വിഭാഗം ആരെന്നറിയോ? നിങ്ങളെല്ലാവരും കിടന്നുറങ്ങുമ്പോ, ഈ നാട്ടുകാർ മുഴുവനും കിടന്നുറങ്ങുമ്പോ, ആ 3 മണിക്ക് 2 മണിക്ക് എഴുന്നേറ്റിട്ട് 2 റക്അത്ത് നിസ്കരിക്കുന്ന വാപ്പാ, ദുനിയാവിലെ തഹജ്ജുദ് നിസ്കരിക്കുന്നത് ഒരു മനുഷ്യനും അറിഞ്ഞിട്ടില്ല. എന്നാ നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ വരുമ്പോ നീ തല ഉയർത്തിപ്പിടിച്ച് കടന്നു വരികയാണ്, നീ തല ഉയർത്തിപ്പിടിച്ച് കടന്നു വരികയാണ്. നാളെ അല്ലാഹുവിന്റെ കോടതിയില് ആ തഹജ്ജുദ് നിസ്കരിച്ച മനുഷ്യന്റെ തല ഉയർന്നു നിൽക്കുകയാ. 2ാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? വയുനാദിൽ മുനാദി മിൻ ഖിബലിർ റഹ്മാൻ, അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് വിളിക്കുകയാ, അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് വിളിക്കുകയാ. തതജാഫാ ജുനൂബുഹും അനിൽ മലാജി വയദ്ഖുലൂനൽ ജന്ന ബിഗൈരി ഹിസാബ്.